ഡാർക്ക് സീം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുതിയ വീഡിയോ നമ്മൾ ഊട്ടിൽ നിന്നും റിട്ടേൺ പോരുകയാണ്. ഗുഡല്ലൂർ വഴി നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുഡല്ലൂർ സ്റ്റേ ചെയ്യും. നമ്മൾ റിലേറ്റീവിൻ്റെ കോട്ടേജൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളവിടെ സ്റ്റേ ചെയ്യും. ഇപ്പോൾ പോകുന്ന ഇടയിൽ നമ്മൾ ഇവിടെ ഉള്ള യൂക്കാലിപ്സിൻ്റെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, പൊളിന്നുണ്ടോ? ഓ നല്ല എങ്ങനെ ക്യാമറയിട്ട് ചിലപ്പോ പോയിക്കൂടെ ഇല്ല. എന്തായാലും ഇവിടെ നല്ല ഫാമിലി ഒക്കെ ഉണ്ടല്ലേ അളിയാ? ടിക്കറ്റ് ഇല്ല. അളിയന് നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ അളിയന് എന്തോ ഒരു ഇതുണ്ട്, ഉഷാറില്ല. ആ ടിക്കറ്റ് എടുത്തോ? ആ ടിക്കറ്റ് ഇല്ല, ചാടി കിടക്കല്ലേ? വാ, ടിക്കറ്റ് ഒന്നുമില്ല ഇവിടെ. ക്ലോസ് ആണ് സംഗതി, ക്ലോസ് ആണ്. നമ്മൾ ചാടി കടന്നു പോവാ. രണ്ടരൂടെ ഇതിലൊരു ചാടി കടന്നു പോവാ ഉള്ളിലോട്ട്. ചാടി കടന്നു. എന്നാലും ഇവിടെ ക്ലോസ് ചെയ്താണ് ഉണ്ടോ? ഒരു ഉണ്ടല്ലോ ഇവിടെ. നല്ലൊരു വൈബ് വരിക. അവിടെ ഒരു വെള്ളത്തിൻ്റെ തടാകമുണ്ടെന്ന് തോന്നുന്നു താഴോട്ട് അല്ലേ? അവര് അങ്ങനെ ഫോട്ടോ എടുത്ത് വന്നോളൂ അല്ലേ? ഇതിലങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാ. നല്ലൊരു ബ്രീത്തിങ് കിട്ടുന്നുണ്ടല്ലേ? ഇതാണ് യൂക്കാലിപ്സിന്റെ ഒരു പ്രത്യേകത. നല്ലൊരു എനർജിയായ സംഗതി കിട്ടും. ആ ഫീലിങ്. ഇവിടെ ഇരിക്കാൻ വേണ്ടി വെട്ടിണ്ടാക്കിയതാണോ അത്? ആണോ? ഇരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് പോലെ നമ്മൾ ഇരിക്കാൻ വേണ്ടി സ്റ്റൂള് പോലെയൊക്കെ സെറ്റാക്കി വെച്ചോണതാ. പൊളി. കുറച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കായി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആള് കൂടും. അപ്പൊ നമ്മള് വന്ന് തടാകത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. തടാകം വലിയൊരു പുഴ പോലെ ഉണ്ട്. തടാകം തന്നെ ആയിരിക്കും. ഇതിങ്ങനെ സംഗതി ഇവിടെ ഇറക്കില്ലായിരുന്നു, ആദ്യമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ആദ്യമൊന്നും ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. പാർക്കൊക്കെ എന്തോ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഇത് കണ്ട വേര്, ഇതിൻ്റെ വേരാണിത്. പുളി നല്ല വേരുകളായിട്ടല്ല ഈ മരം, യൂക്കാലിപ്സിൻ്റെ മരം. മണ്ണ് ഇടിഞ്ഞു പോല, ഒരു പ്രത്യേകതയാണ്. ഇതാണ് തടാകം. മേലിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല മേഘം മൂടി നിൽക്കുന്ന മാതിരിയാണ് മേലിൽ നിന്ന് കണ്ടപ്പോൾ. തടാകം, വെള്ളം ഇരുന്ന് നിൽക്കാൻ പറ്റിയ സംഗതി. ഓക്കെ, യെസ്. ഇവിടെ നിന്ന് ഒരു മണ്ണ് പോലും വെള്ളത്തേക്ക് പോവില്ല. കാരണം അത്രയും ഇതാണ് വേരില്ലേ? വേര്. ഈ വേരിന്ന് അടിയിൽ നിന്ന് ഒരു സാധനം അവിടുന്ന് ഇടിഞ്ഞു പോരുന്ന പേടി മേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയേക്കല്ലേ? പോയേക്കാം. കുറച്ച് പുറത്തേക്ക് പോയാൽ അവിടെ മീൻ പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് കാണാൻ വേണ്ടി ഇതിലെങ്ങനെ നടന്നു പോയി നോക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ള രണ്ടാൾക്കാർ അവിടെ എവിടെയോ ഉണ്ട്. കൂക്കി വെക്കണം, അവിടുന്ന് കൂക്കി വെക്കണം. തൂക്കണ്ടാവും അവിടെ ഉണ്ടാവും. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ട് സെറ്റ് ആവുണ്ടാവും രണ്ടാളും കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസും. ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളിവിടെ. ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ഉദ്ദേശം നിങ്ങളെ വീഡിയോ കാണിക്കുക എന്നാണല്ലോ. മീൻ പിടിക്കുന്ന കാഴ്ച കാണാം. കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഇല്ല, അവര് നമ്മളെ കണ്ടേക്ക് പോയി ചെയ്തോ. എല്ലാ സേത് ഇതാ നമ്മള് വരുന്നുണ്ട്. കണ്ട് അവര് മേലുണ്ട് അല്ലേ? അവിടെ നോട്ടെ മീൻ പിടിക്കുന്നു. നമ്മൾ വരുന്നുണ്ട് കണ്ടാണ്ട് അവർ പോയി. പോരാ, മീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലേ? മീൻ കിട്ടുന്നില്ല. മീൻ കിട്ടുന്നില്ല. അതാണ് ശരിയാവും. നമുക്ക് മേലെ പോയി നോക്കാം. അപ്പൊ നമ്മള് യൂക്കാലിപ്സ് മരങ്ങളുടെ വീഡിയോ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു. ഗുഡല്ലൂരാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗുഡല്ലൂർ നമ്മൾ പോകാനാണ് തീരുമാനിച്ചിരുന്നത്. നമ്മളെ
തൊപ്പക്കാട് നമ്മളെ ബന്ദിപ്പൂർ കാടൊക്കെ ടച്ച് ചെയ്ത് കാണ്ട് പോകാൻ വിചാരിച്ചില്ല. പക്ഷെ നമ്മളിവിടുന്ന് പോലീസുകാരെ ഒന്ന് കയറ്റി വിട്ടില്ല. നമ്മൾ ഗുഡല്ലൂർ ഇതിൽ വിട്ടോളി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഗുഡല്ലൂർക്ക് ഇതിലെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതലായി കാണുന്നത് നമ്മുടെ യൂക്കാലിപ്സ് മരങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണാനല്ലേ. പിന്നെ അതും അതിന്നുള്ള കാറ്റും നല്ലൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പൊളിയാണ്, അടിപൊളി. ഈ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ മൊട്ടക്കുന്ന് എന്നറിയപ്പെടുന്നത്. നമ്മള് ഗുഡല്ലൂർ വഴി വരുമ്പോഴൊക്കെ അധികം ആൾക്കാരും കയറാതെ, ഇവിടെ കയറാതെ വണ്ടി സൈഡാക്കാതെ പോവലില്ല. ഇവിടെ ഓപ്പണിംഗ് അല്ലല്ലേ? ഓപ്പണിംഗ് അല്ല, ഉണ്ടോ? അല്ലല്ലേ? അതാണ് ആളുകൾ കയറാത്ത. ഇവിടെ സൈഡിൽ നിൽക്കുന്നു. എന്തായാലും മേലെ പോയ നല്ല അടിപൊളി നല്ല സുന്ദരമായ കാറ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നേരെ പാസ് ചെയ്യുകയാണ്. ഗുഡല്ലൂർ നമ്മുടെ ലക്ഷ്യം ഇനി ഗുഡല്ലൂരാണ്. ഗുഡല്ലൂർ പോവുക, അവിടെ നമ്മുടെ റൂമിൽ എത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഗുഡല്ലൂർ പോകുമ്പോൾ ഒരു പാലും നല്ലൊരു അരുവില്ലേ, അടിപൊളി നല്ല തെളിച്ച വെള്ളം. ഇറങ്ങാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടല്ലേ? ഇറങ്ങണ്ട, വെറുതെ ആയില്ല, താഴെ വെള്ളമുള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ ഈ പാലും കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഡാമുണ്ടല്ലേ. വാ, ഈ സൈഡിലേക്ക് നമുക്ക് അവിടെ ഡാമിന്റെ പിൻഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, വാ റോഡ് കിടക്കാം. ഇവിടെ നിന്ന് നല്ലൊരു ഭംഗിയുള്ള മറ്റേ ഓൾഡ് പാലത്തുമ്പോൾ പോവാ, അതിലെ പോവാ. അവിടെ ക്ലോസ് ആണോ? ഓക്കെ, ഇവിടെ ഒരു 2 പാലം വന്നാണ്. ഒരു പഴയ പാലം, ഇത് പുതിയ പാലം. ഓക്കെ, ഇത് കുറേ പഴക്കമുള്ള പാലത്തിന് പറഞ്ഞില്ല, കമ്പിയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. പിന്നെ കറണ്ടിൻ്റെ എന്തോ ഒരു സംഗതികളൊക്കെ ഉണ്ട് അവിടെ. കാരണം അവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് ഒലിച്ച് വരുന്നത്. ഡാമിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം റിട്ടേൺ കറങ്ങി വരുന്നതായിരിക്കാം. ഓക്കെ, ഇത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് വന്ന് കാണുന്നത്, അവിടെ കാണുന്നത്. അതുപോലെ ഈ സൈഡിലേക്കും നമുക്ക് ആ വെള്ളം ഒലിച്ച് പോകുന്ന കാര്യങ്ങളും അതേപോലെ കാടും ഗ്രാമങ്ങളായിട്ടൊക്കെ ഈ സൈഡിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് വെള്ളം ഒലിക്കുന്നത്. നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പാലത്തിൻ്റെ ചോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തെളിഞ്ഞ വെള്ളം, നല്ല തണുപ്പേ കാലം. അല്ലാ, തണുപ്പിൻ്റെ കാര്യം പറയണ്ട. ഓക്കെ, അത് നമ്മൾ പാസ് ചെയ്ത ഗ്യാപ്പിനാണ് നമ്മൾ അവിടുന്ന് കണ്ടില്ലേ? അതന്നെയാണ് ആ ഡാം തന്നെ. നമ്മൾ വെള്ളം കെട്ടി നിന്ന് കണ്ടില്ല, ആ ഡാം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. വണ്ടി എടുത്ത് പോവാം, നമുക്ക് ഗുഡല്ലൂർ പോവാം. പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുപാട് ഇനിയും കാണാൻ കിടക്കുന്നുള്ളൂ, കളി കാണാൻ കിടക്കുന്നുള്ള മക്കളെ. യെസ്, ഒരുപാട് കാണാനുണ്ട്. നമ്മള് ഊട്ടി പോകുമ്പോ ജസ്റ്റ് ഇത് കണ്ടോ കാട് കെട്ടി നിൽക്കുന്നത്, എന്താ പറയുക? സാധാരണ നോർമലി നമ്മൾ ഊട്ടി പോയി കഴിഞ്ഞാൽ വെറും ഫ്ലവർ ഷോ അങ്ങനത്തെ മാത്രം കണ്ടിട്ട് തിരിച്ചു വരലാണ്. അതെ, ഒരുപാട് കാണാനുണ്ട്, ഒരുപാട്. നമ്മളെ വണ്ടിയിൽ കയറുന്നു, പോകുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകുക, അടുത്ത നമ്മൾ ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഊട്ടിയിൽ നിന്ന് നമ്മൾ റിട്ടേൺ വരുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും നമ്മൾ രാത്രിയാണ് അധികവും ഊട്ടിയിൽ നിന്നും നാട്ടിലൊക്കെ റിട്ടേൺ വരല്. അപ്പോൾ ഈ പകല് പോകുമ്പോൾ ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അധികവും നമ്മൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് നല്ല ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അതാ ക്യാരറ്റ് കേൾക്കുന്നില്ല അവിടെ.
അപ്പോൾ നമ്മള് പോന്നപ്പോളേ നമ്മളെ കമ്പം ഒരു 4 പീസ് കേട്ടോ, 4 പീസ് കമ്പം വേവിച്ചുകാണ്ട് മസാല ഇട്ടുകാണ്ട്. ആ തീർന്നോ? ഇതുകൂടെ ഉള്ളൂ. അതെ, അവിടെ തലകുന്തയില് കട ഉണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് വരാനോ വണ്ടി കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന വണ്ടിയിലേ ഇട്ടൂടാ, പച്ചക്കറി വണ്ടി വരും. അപ്പൊ ഇന്ന് ലീവാന്ന് തോന്നുന്നു, ഒരു വണ്ടിയും കാണാനില്ല. ഇല്ല റോഡിലെ വണ്ടി കുറവുണ്ടോ? ഇല്ല, മറ്റേ ടൂറിസ്റ്റ് വണ്ടി ഉണ്ട്, മറ്റേ ഈ പച്ചക്കറികളൊക്കെ കയറ്റി. അപ്പൊ ഇനി ഇത് നമ്മൾ കഴിച്ചിട്ട് കാണാട്ടോ, ബാക്കി ഇതൊന്ന് കഴിച്ചാട്ടെ. തണുപ്പും എരും, വാവ് അടിപൊളിയാ. എരിഞ്ഞിട്ടുണ്ടല്ലോ ചുണ്ടിന്റെ ഭാഗം മൊത്തം എരിഞ്ഞ്. അളിയാനെ കാണിച്ചരാ, അളിയാ എരിഞ്ഞിട്ട് വരും. തിന്നപ്പോ നല്ല ഊറ്റരും, നല്ല മുളക് കൂട്ടി, നല്ല അടിപൊളിയായിരുന്നു കണ്ടേ. നല്ല മുളകും തേച്ച് രണ്ടാമതൊക്കെ മസാല കണ്ട് തേച്ചപ്പോളേ ഞാൻ വല്ലാതെ മസാല തേക്കാത്തോണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ കഴിക്കണുണ്ട്. അടിപൊളി സംഗതി, അടിപൊളിയുണ്ടോ, ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോകേണ്ട വഴിയിലൊരു വ്യൂ കണ്ടു. അളി ഇറങ്ങില്ല, അളി ഓഫ് ആയിക്കണ? ഓഫായിട്ടില്ല. ഓക്കെ, അപ്പൊ അളിയാൻ പോയിട്ടില്ല. അപ്പൊ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാം. വാ വാവ്, അടിപൊളി. പിന്നെ ഇവിടെ നമുക്ക് വെളിച്ചടിച്ചിട്ട് വലിയ ക്ലിയർ കിട്ടുന്നില്ല, അല്ലാതെ തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ആ സൈഡിലൊക്കെ നമുക്ക് 2 വെയിലില്ലാത്ത സ്ഥലമായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, പൊളി വൈപ്പ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിക്കാൻ വേറെ റൂട്ട് പോവാം. അപ്പോൾ നമ്മൾ ഗുഡല്ലൂർ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ യൂക്കാലിപ്സ് മരങ്ങളുണ്ടല്ലോ, എന്ത് നല്ല ഭംഗിയില്ല കാണാന്. നല്ല 2-3 കളറിലില്ല, കാപ്പി, വെള്ള, ചുവപ്പ് കളറിലൊക്കെ ആയിട്ട്. എത്രങ്ങാനും ഈ ഏരിയ ഫുള്ള് അതിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. നല്ല ടൂറിസ്റ്റുകാർ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിക്കുകയാണ്. പൊളി വൈബ് തന്നെ. വാവ്, നമ്മളെ KSRTC വെള്ളുന്ന കർണാടകൻ്റെ ബസ്. എന്ത് ലുക്കുള്ള ഏരിയ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുകളിലോട്ട് പോകും തോറും ഭംഗി കൂടി വരുന്നത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താല്ലേ, ഇതൊക്കെ വേറൊരു വൈബ് തന്നെയാണ്. ഓ, ഫ്രണ്ടിന്ന് സൂര്യൻ ഇങ്ങോട്ട് അടിച്ചോണ്ട് നമുക്ക് അവിടെയുള്ള ഒന്നും കാണുന്നില്ല. മേഘങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മളെ ക്യാമറയില്. മോനെ, ഈ സൈഡിലുള്ള വ്യൂ ഒക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ബൈക്കിലൊക്കെ നല്ല ആളുണ്ട് കേട്ടോ, നല്ല ആള് യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ മുള്ളി വഴി, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പോയിരുന്നു, മുള്ളി വഴി പോയപ്പോ ഒന്നും നമ്മള് കൂടുതൽ ആളൊന്നും കണ്ടിട്ടില്ല അല്ലേ ബൈക്കിലൊന്നും. ആ വഴി ആരില്ല, ആ വഴി ആർക്കും അറിയില്ല എന്നൊന്നും. അതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വഴി തന്നെയായിരുന്നു. നല്ല വ്യൂ ഒക്കെ കണ്ട് പോകാൻ പറ്റിയ, നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ റോഡ് തന്നെയാണ്. പക്ഷെ ബൈക്കേരൊക്കെ അധികം ഇതിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കൂടുതൽ ആൾ പോകുന്നത് നമ്മൾ കണ്ടല്ലോ. എത്രങ്ങാനും ബൈക്കേരാണ് നമ്മൾ കണ്ടത്. കാറുണ്ട്, ബൈക്കും ഉണ്ട്, നല്ല ആളുണ്ട്. ഓക്കെ, ഈ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ കറക്റ്റ് 100 ചൂടൊക്കെ മാറിയതിന് ശേഷം ഉള്ള ഈ സമയത്തുണ്ടല്ലോ നല്ല ആള് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഊട്ടിക്ക് ഈ വഴി ഒരു 2-3 പ്രാവശ്യമെങ്കിലും, 3 എന്നല്ല കൂടുതൽ പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ടുണ്ടാവും.
പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച പോകുമ്പോൾ അല്ല, റിട്ടേൺ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ളത്. നല്ല നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണത്തില്ല. ആർമി വാഹനങ്ങളല്ലേ, അത് ആർമി വാഹനങ്ങൾ കയറി വരുന്നു. ഇവിടെയും പാസ് ചെയ്യാൻ കരുതിയില്ല. ബാക്കിലൊക്കെ ചിലപ്പോൾ ആളോ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ ഈ കാഴ്ചയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഊട്ടി വഴി റിട്ടേൺ വരുമ്പോൾ നമ്മൾ രാത്രിയാവും. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ പകൽ റിട്ടേൺ പോവുകയാണെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർമിൻ്റെ വണ്ടി 2, 3, 4 വണ്ടിയൊക്കെ ആയല്ലോ. ഈ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഈ പാറയിൽ വർക്ക്ഷോപ്പ് വരെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് അതൊരു ഉപകാരമുള്ള സംഗതിയാണ് കേട്ടോ. പാറമ്പ വലുതാക്കി വർക്ക്ഷോപ്പ് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും വാഹനത്തിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ നമ്പർക്ക് വിളിക്കാമല്ലോ. അത് നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. തേയിലത്തോട്ടം, ഇപ്പോൾ നമ്മുടെ യൂക്കാലിപ്സ് മരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തേയിലത്തോട്ടമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഗുഡല്ലൂരാണ്. ഗുഡല്ലൂർ ഇന്ന് സ്റ്റേ ചെയ്യും. അവിടെ റൂം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ യാത്ര പോകുന്നു. ഗുഡല്ലൂർ എത്താനായിട്ടുണ്ട്. ആർമിയുടെ കൂടുതൽ വണ്ടി പോകുന്നുണ്ട്, കുറേ വണ്ടി പോകുന്നുണ്ട്. കുറഞ്ഞ വണ്ടി എന്നല്ല. പിന്നെ ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അളിയനൊരു പൂതി, അളിയനെ ഓടിക്കാനൊരു പൂതി. അളിയന് ഞാനൊന്ന് കൈമാറി. ഇനി കുറഞ്ഞ ദൂരമല്ലേ ഉള്ളൂ, അത് ഞാൻ അളിയനെ ഓട്ടട്ടെ. ഓക്കെ, ഗൂഡല്ലൂർ എത്തട്ടെ. നാളെ നമുക്ക് ഗൂഡല്ലൂർ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഗൂഡല്ലൂർ മൊത്തം ഒക്കെ നിന്ന് കണ്ടതിന് ശേഷം മാത്രം ഗുഡല്ലൂർ എന്തെല്ലാം കാണാനുള്ളത്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ അവിടെയുള്ള ആരോടെങ്കിലും നമുക്ക് ചോദിച്ചറിഞ്ഞ് അവിടെയുള്ളൊക്കെ വ്യൂസ് ഒക്കെ ഒന്ന് കാണണം. എന്നിട്ട് നേരെ നാട്ടിലേക്ക് തിരിക്കുന്നതായിരിക്കും വൈകുന്നേരം. ഓക്കെ, നമ്മുടെ ഈ ആർമിന്റെ വണ്ടി ഉണ്ടല്ലോ, അത് കാണാനൊരു ലുക്കല്ലേ. അത് വരുമ്പോ തന്നെ അത് കണ്ട കേറി വരുന്നത് കണ്ടില്ലേ, അതിന്റെ ബാക്കിൽ വേറെ ഏതാ. അത് കേറി വരുമ്പോ തന്നെ കാണാനൊക്കെ എന്താ ലുക്ക്. വണ്ടി അല്ല ഐറ്റുണ്ടായിട്ടും ഓഫ് റോഡാണ്. അങ്ങനത്തെ ഏരിയയിലൂടെയൊക്കെയാണ് അത് കൊണ്ടുപോവല്, ഓഫ് റോഡ് ഏരിയയിലൂടെയൊക്കെ. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ തന്നെ വേണം. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുഡല്ലൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മോട് പറഞ്ഞത് 2.5 കിലോമീറ്റർ നമ്മളെ മൈസൂർ റോഡിന് പോകണം. പിന്നെ അവിടുന്ന് ഉള്ളോട്ട് പോയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് കിട്ടാളിയോ? അതെ, റൈറ്റിക്ക് അങ്ങോട്ടാന്ന് ചോദിക്കണ്ട, റൈറ്റിക്ക് പോയാൽ മതി. എനിക്ക് റൈറ്റ് ലെഫ്റ്റ് ഇടയ്ക്ക് പ്രശ്നം വരുന്നതാണ്. അതെ, അപ്പോ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റൈറ്റും ലെഫ്റ്റും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് മൈസൂർ റോഡ് കയറിയിട്ടുണ്ട് ഗുഡല്ലൂരിന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ പോയതിന് ശേഷം നമുക്ക് ചോദിച്ചറിയാം എവിടെയാണെന്നൊക്കെ. പിന്നെ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവും. ഈ ടൗണേ, ഗുഡല്ലൂർ ടൗൺ പറഞ്ഞാൽ നല്ല വാനുള്ള ഒരു ഏരിയ തന്നെയാണ്. കാരണം ടച്ചിങ് ഉണ്ടായതുകൊണ്ടേക്കാരം. മൈസൂർക്കും നമ്മുടെ നാട്ടിലത്തെ പെട്രോൾ വണ്ടി ഇപ്പോൾ ഓടുന്നുണ്ട്. പെട്രോൾ വണ്ടി, അതെ, നമ്മുടെ അവിടുത്തെ പെട്രോൾ വണ്ടി ഫുള്ള് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല, കേരള വണ്ടി ഇവിടെ എത്തുന്നുണ്ട്. അതെ, അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്, ടീ എണ്ണ ആക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ കേരള വണ്ടി തന്നെ ആയിരുന്നു. ബ്ലോക്കിലാണ്. ഇപ്പോൾ നമ്മൾ ഗുഡല്ലൂർ എത്തിയതിന് ശേഷം നമ്മളവിടെ ആദ്യം തന്നെ കണ്ടത് നമ്മളെ ഏലക്കൻ്റെ തോട്ടാണ്. ഇതാണ് ഏലക്ക കണ്ടത്. ഇതിമേലാണ് ഏലക്ക ഉണ്ടാവല്. ഇത് റെഡി ആയിട്ടില്ല, ആവണമെന്നുള്ളൂ, ടൈം ആവുന്നുള്ളൂ. ഈ തോട്ടം ഫുള്ളായിട്ട് ഏലക്കത്തോട്ടം. ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഇങ്ങനെ ഒരു തെയ്യ്, ഏലക്കൻ്റെ ഒരു തെയ്യിനെ ആദ്യമായിട്ട് കാണണേ. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഏലക്ക ഉണ്ടായാലെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്.
എന്തായാലും പൊളിച്ചു സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഗുഡല്ലൂർ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ്. ഓക്കെ, അവിടെ തന്നെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബായ്.